പിന്നെ പതുക്കെ ഇവിടെ വെച്ചാൽ ഓട് കുത്തി വീണതല്ലേ, വേദന വരാതിരിക്കുവോ? പിന്നെ ഇവിടെയൊക്കെ ഇച്ചിരി നീർദോഷം ഉണ്ടമ്മേ. അത് വീണതിൻ്റെത് അല്ല, കഴിഞ്ഞ തവണ ഇതുപോലെ മഴയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എടാ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അതൊന്ന് ശരിയാക്കാം, ഒരു ഏണി എടുത്ത് വെച്ചത് ശരിയാക്കാന്നുള്ളതേ ഉള്ളായിരുന്നു. ഇത്തവണ എന്തായാലും പറഞ്ഞ് ശരിയാക്കാം നമുക്ക്. എങ്ങനെ പിന്നെ വേദനയില്ല തുടരുതേ. ഇഞ്ചക്ഷൻ അടിച്ച് കുറവില്ലേ? ഇഞ്ചക്ഷൻ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഓട് കുത്തി വീണത്. നീ ഒറ്റ ഒരുത്തനാണ് ഇങ്ങനെ വരുത്തി വെച്ചത്. ഞാൻ കഴിഞ്ഞ തവണ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്റെ പൊന്ന മോനെ ഒന്ന് ആ ഓടൊന്ന് നേരെയാക്കി വെക്കാനായിട്ട്. രണ്ട് പുതിയ ഓടെടുത്ത് വെച്ചാ പോരായിരുന്ന? അമ്മ എന്തിനാണ് ഇളകിയ ഓടിന്റെ ചോട്ട് പോയി നിന്നത്? ഇതിപ്പോ ഞാൻ പോയി നിന്നതാണ് അവന്റെ കുറ്റം. ഏട്ടാ അങ്ങനെ പറയരുത് കേട്ടോ. കഴിഞ്ഞ തവണ അമ്മ പറഞ്ഞല്ലേ അത് ശരിയാക്കാൻ. നല്ല വേദന ഉണ്ട് ഏട്ടാ. അല്ല, അവൻ നന്നാക്കണ്ട. ഇങ്ങനെ ഓരോ വർഷവും വെള്ളം വരും, കുത്തിയെടുക്കും, എല്ലാം കൂടെ തീരും. ഇത് തന്നെ അവസാനം വരാൻ പോണം. ഏട്ടാ ഒന്ന് ശരിയാക്കിയല്ലോ. ഇപ്പൊ ശരിയാക്കാൻ ഞാൻ ആശാരിയാണോ? പണിക്കാരെ കിട്ടണ്ടേ? അയ്യോ തീർന്നവന്റെ ഒരൊറ്റ ആളിപ്പോ വിളിച്ചാൽ കിട്ടൂല. ഓ ഏത് ചെല്ലപ്പനാശാരിയുടെ കാര്യമാണ് ഈ പറയണത്? എന്റെ അമ്മ ചെല്ലപ്പനാശാരി എപ്പോ നോക്കിയാലുണ്ടോ ചെല്ലപ്പനാശാരി നാണുക്കണിയായിരുന്നു. അയാൾ തളർവാദം പിടിച്ച് കിടക്കറ്റാണ്. അവൻ അറിഞ്ഞോണ്ട് ഇനി ഏത് ചെല്ലപ്പമേശ്വരിയും ഞാൻ അങ്ങോട്ട് വിശ്വസിച്ച്. എടാ നിനക്കറിയാമോ എന്റെ ഹവീൽദാരുണ്ടായിരുന്നപ്പോ ഇവിടെ വരുന്ന ചെല്ലപ്പമേശ്വരിയാ ഓരോ വർഷവും ഈ മഴ വരുമ്പോഴും നന്നാക്കിക്കൊണ്ടിരിക്കുക. അമ്മേ കഥ പറയണ്ട, ഇനി തോന്നത് എനിക്ക്. ഏട്ടാ ഒന്ന് എടി പണിക്കാരെ കിട്ടണ്ടേന്ന്. പേരുടെ മോള് കയറാനൊന്നും ആളില്ല. എല്ലാവരും കടമുറി എടുത്തിട്ട് അവിടെ അങ്ങനെ ഫർണിച്ചർ പണിതുകൊണ്ടിരിക്കുകയാണ്. കാര്യം ചെയ്യ്, നീ ആ ക്ലീറ്റസും കൂടെ ഏണി എടുത്തോണ്ട് വാ. 10-15 ഓട് വാങ്ങിച്ചോണ്ട് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ചെയ്യരുത്. ഏട്ടാ ആളെ വിളിച്ചോ? ഞാൻ ആ ഫാസിനോട് പറഞ്ഞിട്ടുണ്ട്, ആളെ കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മ ആള് വരും പോരെ, ഇനി കിടക്കാലോ. മതി. അമ്മോട് ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം മിണ്ടാതിരിക്കും കുറച്ചു നേരം, എന്നിട്ട് എവിടെ പോയിട്ട് ഒരു ഭാഗത്ത് കിടക്ക്. എന്റെ വേദന എനിക്കറിയാം, ഞാൻ മിണ്ടാടങ്ങിരുന്നു. ഞാൻ വരാം. ആ ഗുളിക മരുന്നോ കഴിക്കും മര്യാദക്ക്. ഇനിയിപ്പോ അത് പണിയാണെങ്കിൽ അതിന് പൈസ എത്ര വരും ദൈവം. സുരേഷേ, ഇതാ വീട്. ഇതാണോ? ഇതത്ര ഇതിന്റെ മോമ്പായ ഒരുമാതിരി ചരിഞ്ഞ് നിൽക്കുവാന്നല്ലോ. ഇത് ആരാ പണി? ഇത് പണിക്കാരെ ശരിയല്ലല്ലോ. ഇത് നിന്റെ അച്ഛനാണ് ഇത് പണിത്. എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലപ്പഴക്കം ചെന്നുകൊണ്ട് ഇപ്പൊ ഏതിനും ഒരു ചരിവ് കാണുമല്ലോ. അതിന്റെ ചരിവായിരിക്കും ഇപ്പൊ. നമുക്ക് ശരിയാക്കാം. സുരേഷ് എനിക്കറിയാം. അതെ, അമ്മ ചെല്ലപ്പനാശ്ശേരി വിളി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല ഇവരെ തന്നെ കിട്ടിയതെന്തായി. ഇവൻ എടുക്കാനാണ്, പുള്ളിനെ അച്ഛനെ കാണാൻ പേരാണ്. തിങ്കളാഴ്ച കിട്ടൂല ഇവനാ. അത് അത്ര തിരക്കാണോ? തിരക്കല്ല, ഞായറാഴ്ച അടിച്ചിട്ട് തിങ്കളാഴ്ച തലവോങ്ങണ്ടേ, പണിക്ക് പോവില്ല. അപ്പൊ ഇത് തന്നെ ഇവൻ പറഞ്ഞിട്ടാ ഞാൻ വന്നേ. എന്റെ അടുത്ത കൂട്ടുകാരനെ ഇവൻ പറഞ്ഞാ ഒഴിയാൻ പറ്റില്ല. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. പതുക്കെ ഇവരെന്തൂട്ടീസ് വിളിച്ചു നോക്കാൻ വാച്ച് റിപ്പയർ ആണ്, അങ്ങോട്ട് നോക്കണ എളുപ്പം. ഈ അമ്മയുടെ തലയിൽ വീണത് എവിടുന്ന്? അത് പുറത്താ. അത് കാണിച്ചൂടാ അല്ലേ? ഇതൊക്കെ മാറ്റേണ്ടി വരില്ലേ? അയ്യോ ഹെൽമെറ്റ് എടുക്കായിരുന്നു. അതിനാ അല്ല കൂടുതൽ തലയിലോട്ട് വീണ് ഇനി തല പൊളിയണ്ട. അവിടെ വെച്ചല്ലേ അമ്മയുടെ വീണ്. ഒരു രക്ഷയില്ല. ഞാൻ നോക്കിയണൊക്കെ ഇതിനകത്തൊന്നും ഒരു പട്ടിയിൽ തൊടാൻ പറ്റത്തില്ല. ഒരു പട്ടിയിൽ അങ്ങോട്ട് വലിച്ചു ഊരി എടുക്കുക എന്ന് വെച്ചു അതെല്ലാം കൂടെ ഇങ്ങനെ നിലമ്പൊത്തും. എനിക്ക് ഇതിനകത്ത് ഒരു പട്ടിയിൽ ഒരു ആണി അടിക്കണ്ടേ, അതിന് പട്ടിയിലില്ല, എല്ലാം ചെതലടിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്നാണ്ട് ഇതിനുള്ളിൽ 2 പട്ടിയിലാന്ന് വെച്ചു, അതിനുള്ളിലും ചിലപ്പോൾ ചെതലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റിയിട്ട് റൂഫ് അങ്ങിടും, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതിപ്പോ കേടുള്ള ഭാഗം ഇതൊക്കെ ഇവിടെ മാറ്റണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ചെലവ് വരും? കേടുള്ള ഭാഗം മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം മരം എടുത്ത് തച്ച് പണിത് അത് കറുപ്പിച്ച് കൂലി എങ്ങനെ നോക്കിയാലും ഞാൻ എൻ്റെ ഒരു കണക്ക് പറയാമെന്ന്
ഒരു 6-7 ലക്ഷം രൂപയാവും. 7 ലക്ഷം രൂപയോ? എൻ്റെ പൊന്ന് സാറേ, 7 ലക്ഷം രൂപ ഞാനൊരു ഓട്ടക്കണക്കാ പറഞ്ഞത്. അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. അത് ശരി. എടാ അപ്പൊ ഈ ഓടൊക്കെ കിട്ടൂലേ? അതൊക്കെ നല്ലതാണല്ലോ. അത് ഞാൻ ഓടൊക്കെ എടുക്കാന്ന് വെച്ചോ, പിന്നെ ഓടെടുത്ത് മരം അറുത്ത് പട്ടികയിലാക്കി ഉത്തരവാക്കി പിന്നെ പണിക്കൂലിയൊക്കെ നിർത്തുമ്പോഴത്തേക്കാണ് എത്ര ആവുമെന്നാണ് നിങ്ങളുടെ വിചാരം? എനിക്ക് വേണമെങ്കിൽ പണിതാ, ഞാനങ്ങ് പണിഞ്ഞു തരും. പിന്നെ ഞങ്ങളുടെ അച്ഛൻ പണിഞ്ഞ വീടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെങ്കിലും അങ്ങ് റെഡിയാക്കി തരും. പക്ഷേ അത് വീണ്ടും നിങ്ങൾ ആ മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത വർഷവും ഓടിക്കൊണ്ട് വരും. സുരേഷ വാട വീണ്ടും ചോരുന്നു ഇപ്പൊ നമുക്ക് ഇത് മറ്റേ റൂഫാക്കിന്ന് വിചാരിക്കും, ഇരുമ്പിന്റെ ഇതൊക്കെ അടിച്ചിട്ട് റൂഫാക്കുകയാണെങ്കിൽ റൂഫ് ആക്കുവാണെങ്കിൽ ഇപ്പം എല്ലാം കൂടെ കൂടി ഇപ്പോൾ ഒരു 2 ലക്ഷം കൂടെ കൂട്ടി ഒരു 10 ലക്ഷം രൂപയാവും. അപ്പൊ കൂടെ ചെയ്യാം. റൂഫിന് കൂടത്തില്ല, ഇരുമ്പല്ലേ സാധനം. അലൂമിനിയം ഉള്ളത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ഈ വർഷക്കാലം എങ്ങനെ തള്ളി നിൽക്കും? അപ്പം ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മാർഗം പറയാം. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യാണ്ട് ആ കട്ടളയും ജനലും ഈ കാണുന്ന ഉത്തരവും അതൊക്കെ 2-3 ഉത്തരവൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം കൂടെ എടുത്തിട്ട് ഈ മൺഭിത്തിയൊക്കെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നല്ലൊരു വീടങ്ങ് പണി, നല്ല വാർക്ക നല്ലൊരു വീട് സെറ്റപ്പായിട്ട് അങ്ങ് പണി. സുരേഷേ, നിന്നിത് പൊളിക്കാനല്ലേ ഞാൻ കൊണ്ടുവന്നത്, നന്നാക്കാനാണ്. അപ്പം ഞാനെന്താ ചെയ്യാൻ? ഞാൻ ഉള്ളതല്ല പറയാൻ പറ്റൂ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും എന്നെ പറ്റിച്ചാന്ന് പറയത്തില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ വല്ലാതെ കേട് പറ്റിയിട്ട് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ പിന്നിലുള്ളത്, അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാം. ബാക്കി ഇത് എന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. അത് ഞാൻ ശരിയാക്കി തരാം. അതാ നല്ലത്. ഇപ്പൊ എന്നാ ഞാൻ പോയിട്ട് തിങ്കളാഴ്ച വരാം. നീ തിങ്കളാഴ്ച വരണ്ട, ചൊവ്വാഴ്ച വന്നോ മതി. എന്താ തിങ്കളാഴ്ച വന്നോട്ടെ? തിങ്കളാഴ്ച ആവുമ്പോ വരൂല, നമ്മ വെറുതെ കാത്തിരുന്ന് ലീവ് എടുക്കാന്നുള്ളൂ. തല പൊങ്ങണ്ടേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇവനെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ. തലവേദന ഇന്നലെ ഈ ഓട് കുത്തി വീണതല്ലേ. ഇവര് ഇത്രയും പൊക്കത്തിൽ നിന്ന് വന്ന് വീണല്ലേ, 2 ദിവസം വേദന കാണുമോ? മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് ഇത് ഇളക്കി വന്ന് മരുന്ന് വെച്ച് കെട്ടി, അതിന്റെ വേദനയാ. നിർദോഷമുണ്ട് മുഖത്തിന്. അവള് ജമന്തി എന്നെ വെച്ച് തന്നെ. അവള് തന്നെ വച്ചൊക്കെ തന്നു. ഞാൻ വന്നത് ഇതിനൊന്നുമല്ല. ഈ വീട് എന്താന്ന് മൊത്തം ഇടിച്ച് അവന് പുതിയ ടെറസ് വെക്കണമെന്നാണ് പറയുന്നത്. ഓ, ഇപ്പോഴെങ്കിലും അവന് നല്ല ബുദ്ധി തോന്നിയല്ലേ അമ്മ? നല്ല കാര്യം ഞാനും പറയുന്നത്. അതിന് അമ്മ ഇങ്ങനെ വിഷമിക്കണ എന്തിനാ? അല്ല, ഞാൻ പറഞ്ഞു അതിപ്പം നടക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ത് നടക്കാത്തത്? ഈ വീട് ഇടിഞ്ഞോളിഞ്ഞ എല്ലാം കൂടി ചാവും അതിനകത്ത് കിടന്നു. പിന്നല്ലാണ്ട് നേരത്തെ ചെയ്യണ്ടല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു ഇനി കുറെ കാലം കൂടെ ഇത് തേക്കും ഈട്ടിയും ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്, അങ്ങനെ പൊളിഞ്ഞു പോകത്തൊന്നുമില്ല. തേക്ക് വീട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ, തേക്കില് ഏതാണ്ട് ഒടിഞ്ഞല്ലേ തലയിലോട്ട് അലച്ചും കിട്ടി വീണത്. അമ്മ, തേക്കിനും ഈട്ടിക്കും എല്ലാത്തിനും ഒരു സമയമുണ്ട്, അതുവരെ നിൽക്കൂ. ഇതിന് പൊളിച്ചിട്ട് നല്ലൊരു വലിയ വീട് വെച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അതിനകത്ത് കഴിഞ്ഞൂടെ? മുഖം വീർപ്പിച്ചോണ്ടിരിക്കണേ. അതൊന്നും നോക്കണ്ട അമ്മ, അതിനെ വെച്ചാൽ ആദ്യം പിടിച്ചിരിക്കാൻ വേണ്ട. വീട് പൊളിക്കുകയാണെങ്കിൽ നല്ല കാര്യമേ ഞാൻ പറയുള്ളൂ. അതെ അതെ അതെ. എനിക്ക് ഈ വീട്ടിൽ കിടന്ന് കണ്ണടയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മ കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് വീട്ടിലാണ് എവിടെയാണ് കിടക്കണേന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, വീട് പൊളിച്ചു വെച്ചിട്ട് ഞാൻ കുറെ കാലം അപ്പോഴും മനസ്സിലായില്ല വീട് പൊളിച്ചില്ലെന്ന്. എനിക്ക് എപ്പോഴും ഉണ്ടാവും. എനിക്കന്ന് ഉണ്ടാക്കി തന്ന വീടാണിത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ മരിക്കണവരെ ഇതിനകത്ത് തന്നെ കിടന്നോളൂ എന്ന്? അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ അത്ര ബോധക്കേടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അല്ല, അത് പിന്നെ ഞാൻ പോട്ടേന്ന് വയ്ക്കാം. അതങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അന്ന് പൈസ വന്നപ്പോ അന്ന് ഇങ്ങനെ സൗകര്യത്തിന് വീട് വെച്ചു. ഇനിയിപ്പോ അവന്റെ പൈസ വരുമ്പോ അതുപോലെ ഒരു വീട് വെക്കാം. അമ്മ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല, എന്തായിരിക്കും അത് ഇത് അത് ഇത് എന്താ അമ്മേ? അല്ല, ഈ വീടിങ്ങനെ ഇടിച്ചു പൊളിച്ചിട്ട് വേറെ പുതിയ വീട് വയ്ക്കുന്നത് അവന് വേണ്ടി മാത്രമായിരിക്കും. അപ്പൊ ഈ ഭിത്തിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇടിഞ്ഞു വീണോണ്ടേ ഇരിക്കും. ഇവിടെ പണിയണില്ലേ? അല്ല, അത് അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ മൊത്തം പണിയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് അതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല, അവരെ വീട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവന്റെ ഭാഗം മാത്രം അങ്ങനെ ചെയ്താൽ ശരിയാവും. അപ്പൊ ഞങ്ങൾ എവിടെ നിന്ന് വന്നതാ? അത് അവനറിയണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല, ഞാൻ ആകുന്ന പറഞ്ഞു നോക്കി. കുറെ കാലം കൂടെ കഴിയട്ടെ, കുറെ കാലം കഴിയട്ടെ, മൊത്തം നമുക്ക് ഇടിച്ചോ. അത് മതി, അത് മതി. ഇപ്പോഴേ ഇത് ഓടി വന്നിട്ട് ഇങ്ങനെ അതെന്താണ് അങ്ങനെ ഒരു നിലപാട്? അമ്മ, ഞങ്ങൾ ഇന്നേ വരെ അവരുന്നോ ഇവരുന്നോ നിങ്ങളെന്നോ ഞങ്ങളെന്നുള്ളൊരു വേർതിരിവിലല്ല ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. കാണിച്ചിട്ടില്ല അങ്ങനെ.
അതിപ്പോ അവനാളാകെ അങ്ങ് മാറിപ്പോയെന്ന് വിചാരിക്കണം. അല്ലാതെ പിന്നെ ഞാനെന്തോ ചെയ്യാനാ? അമ്മേ, ഇത് മാറ്റവും മറിച്ചിലൊന്നും അല്ല. അവന് അഹങ്കാരം. 4 പൈസ ശമ്പളം മേടിക്കുന്നതിന്റെ അഹങ്കാരം. അവനിപ്പോ നാണക്കേടുണ്ടാവും ഈ ചെറ്റക്കുടിൽ കഴിയാൻ. മാത്രമല്ല ഇത് അവന്റെ മാത്രം തോന്നലല്ല, അവന്റെ കെട്ടികളുണ്ടല്ലോ, അവളെ ഓതി കൊടുക്കണതാണ്. ഉറപ്പായിട്ടായിരിക്കും. അമ്മ ഇങ്ങോട്ട് നോക്ക്. നിനക്ക് അങ്ങനെ ഇവിടെ നിൽക്കാൻ നാണക്കേടുണ്ടെങ്കിൽ നീ അവളും കൂടി അവളുടെ വീട്ടിൽ പോയി അങ്ങ് നിന്നോളാൻ പറയാം. പിന്നെ നമുക്ക് വലുത് നമ്മുടെ അച്ഛനുണ്ടാക്കിയ വീടല്ലേ അമ്മേ? അല്ല, അത് അവൻ ചിലപ്പോ അങ്ങോട്ട് മാറും. ഈ ഇത് ഇടിച്ചു പൊളിച്ച് വേറെ വീട് വെക്കാൻ നേരത്ത് അവൻ അങ്ങോട്ട് മാറുമല്ലോ എന്തായാലും. ഇത് ഇടിച്ചു പൊളിക്കണ കാര്യം അങ്ങോട്ട് വിട്ടാ എനിക്ക് നിർബന്ധമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അവനൊന്ന് കേൾക്കണ്ട. അമ്മ ഇങ്ങനെ തണുത്ത് നിൽക്കണതാ കുഴപ്പം. അമ്മ ഒന്ന് ഉഷാറായിക്കേ. ഇടിച്ചു പൊളിക്കാൻ പറ്റില്ല കനകാന്നങ്ങ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട്, ഇത് ഹവീൽദാറിന്റെ ആത്മാവ് കിടന്നുറങ്ങണ വീട് തന്നെയാണല്ലോ, അല്ലേ? അല്ലേ? അപ്പൊ ഇത് സമ്മതിക്കരുത്. എന്റെ അച്ഛൻ പണിത വീട്, അത് പൊളിക്കാനായിട്ട് അവൻ എങ്ങനെ എടി, ജീവിച്ചിരിക്കുന്ന അമ്മയെ കുറിച്ച് ചിന്തയില്ലാത്തവൻ പിന്നെ അച്ഛനെ കുറിച്ച് എങ്ങനെ ഓർമ്മിക്കും? എന്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അതിട്ട് പൊളിക്കണമെന്ന് ഒരു നിമിഷം കൊണ്ടൊക്കെ പറയല്ലേ. ഇപ്പൊ കരയണ്ട, കരഞ്ഞിട്ടൊന്നും വരില്ല. പിന്നെ അവസാനം ഞാൻ സമ്മതിക്കില്ല അമ്മേ. അല്ല, ഇതിപ്പോ പൊളിക്കാൻ അമ്മ അങ്ങ് സമ്മതിച്ചോ? ഞാനെന്ത് തീരുമാനിക്കാനാ? ഞാൻ പറഞ്ഞു പൊളിക്കാൻ പറ്റത്തില്ല, അവന് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. പിന്നെ ഇനി ഞാൻ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോന്ന് തന്നെ പറഞ്ഞ്. ഇത് അങ്ങനെ ഞാൻ വിടൂല അമ്മേ. പാർട്ടിയിലെ പിള്ളേരെ ഇറങ്ങി ഞാൻ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഹബീൽദാറിന്റെ വീട്ടിൽ അങ്ങനെ ഒരു സത്യാഗ്രഹത്തിന് വരുന്നതൊന്നും എനിക്കത് പറ്റത്തില്ല. അവനൊരു ചിന്ത വേണം. ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കണം. അവന്റെ പെങ്ങളുണ്ട്, അളിയനുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഒരു വീട് വെച്ചിട്ട് അവരെയും കൂടെ ഒരുമിച്ച് സഹകരിപ്പിച്ച് ഇവിടെ കിടക്കാം. ഇത് പകുതി പൊളിച്ചിട്ട് പകുതി നമ്മൾ കിടക്കാനാ? അമ്മ സമ്മതിക്കരുത് അമ്മേ. ഞങ്ങൾ എങ്ങോട്ട് പോകും അമ്മേ? അത് തന്നെയാണ് ഞാനും ആലോചിച്ചത്. നമുക്ക് തക്കളി മോളെ കാണണ്ടേ? ഒട്ടഞ്ഞു ഞാൻ ആ വീടിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യും, നോക്കിക്കോ. എന്റെ അതൊന്നും വലിയ വിഷയമല്ല. ആര് ചത്താലും ജീവിച്ചാലും അവനവിടെ മണിമാളിക പൊളി. അത് തന്നെ അവന്റെ വിചാരം. ഒരെണ്ണം കരണക്കുറ്റി നോക്കി കൊടുക്കണം. അമ്മയുടെ മോനല്ലേ, അല്ലാതെ അച്ഛനൊന്നും അല്ലല്ലോ. അതെ, അമ്മ എന്തിനാ ആരെയെ പേടിക്കണേ? നമ്മുടെ അച്ഛൻ പണിത വീട് പൊളിക്കൂലെന്ന് അങ്ങ് പറഞ്ഞേക്കണം. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പൊളിച്ചാലും പണിഞ്ഞാലും എന്ത് ചെയ്താലും ആ നാണുക്കണിയാനെ വിളിച്ച് നല്ലതുപോലെ ഒന്ന് നോക്കിച്ചിട്ട് വേണം പൊളിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മക്കിപ്പോ നാണുക്കണിയാനായിരിക്കും വലുത്. അച്ഛന്റെ വീടല്ലേ വലുത്? അച്ഛൻ പണിത വീടല്ലേ? അച്ഛന്റെ ശ്വാസമുള്ള വീടാ അത്. അതാ മോനെ തോന്നണ്ടടി. അതാണ് ഞാൻ എന്തോ ചെയ്യും, നീ പറഞ്ഞു കൊടുക്ക. ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചോണ്ടിരുന്നാ പോരാ, അങ്ങോട്ട് നല്ലത് പറയണം. അമ്മ എല്ലാം അങ്ങനെ വിട്ടുകൊടുത്തിട്ട് തന്നെ അവന്റെ ഇഷ്ടത്തിന്. ജീവിച്ചിരിക്കണ അമ്മയെ കുറിച്ച് ഒരു ചിന്തയില്ല, പിന്നെ എങ്ങനെ അവൻ മരിച്ച അച്ഛനെ കുറിച്ച് ചിന്തിക്കണം?